വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടി ചർച്ച ചെയ്യാനായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ചേരുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാം ജില്ലാ നേതൃത്വം പറയും എന്തായിരുന്നു EP ജയരാജന്റെ നേരത്തെയുള്ള പ്രതികരണം. എനിക്കത് എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചോ അതിൻ്റെയൊക്കെ ഫലം എന്തായെന്നും EP ചോദിക്കുന്നു. അതുപോലെ തന്നെ KK രാഗേഷിനോട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷാണ് ജില്ലയുടെ കാര്യങ്ങളെല്ലാം പറയുക. അത് അദ്ദേഹം പറയും. പറഞ്ഞോട്ടെ, നിങ്ങളെല്ലാം എന്തെല്ലാം ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിനെന്തെങ്കിലും വസ്തുത ഉണ്ടായിരുന്നോ? അത് തിരിഞ്ഞു നോക്ക്. ഞാൻ സെൻട്രൽ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? എന്തൊക്കെ അടിസ്ഥാനം ഉണ്ടായിരുന്നു? എന്തൊക്കെ ഉണ്ടായിരുന്നു? പാർട്ടിക്കകത്തുള്ള ഒരാളാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം KK രാഗേഷോട് ചോദിക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു MV ജയരാജൻ വരും. ഇവിടെ ജയരാജനായിട്ട് കാണും. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ആ ഇടയ്ക്കുള്ളൊരു ചോദ്യമുണ്ടല്ലോ, ജില്ലാ കമ്മിറ്റി അംഗം തന്നെയാണ് രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരി എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി ഇതുവരെയും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചയാളെ പുറത്താക്കൽ എന്ന തീരുമാന വിശദീകരണമായിരിക്കുമോ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ഭാഗത്ത് അല്പസമയത്തിനകം യോഗശേഷം ഉണ്ടാകാൻ പോകുന്നത്? രതീഷ്, CPM പ്രത്യേകിച്ചും കണ്ണൂർ ജില്ല പോലെ അതിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ ഇത്രയധികം വലിയൊരു ആരോപണം അടുത്ത കാലത്ത് നേരിട്ടിട്ടില്ല. സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന ആരോപണം അതിൽ അത്തരക്കാരെ വെച്ചു കുറിപ്പിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ KK രാഗേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഈ വി കുഞ്ഞികൃഷ്ണനെതിരായ നടപടി തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച. അതിൽ അദ്ദേഹത്തെ പുറത്താക്കുന്നത് അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ അത് പുറത്തേക്ക് പറയുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടപടി സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകും. വി കുഞ്ഞികൃഷ്ണൻ ഈ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല EP ജയരാജനെതിരെ കൂടിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ഈ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതാണ്. ആ വിഷയത്തിൽ പാർട്ടി കമ്മീഷനെ വെച്ച് 3 അംഗ കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. ആ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതിലും യാതൊന്നുമില്ല എന്നതായിരുന്നു പാർട്ടി കണ്ടെത്തൽ. സ്വാഭാവികമായിട്ടും EP ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഈ മാധ്യമങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുന്നു എന്നതാണ്. പക്ഷേ അതിനൊക്കെ ഫലം എന്താ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ യോഗത്തിൽ അതും കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം ഒരു ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണം പക്ഷേ ശരിയല്ല എന്ന് പാർട്ടി വിശദീകരിക്കുമ്പോഴും എങ്ങനെ ശരിയാകുന്നില്ല എന്നുകൂടി വിശദീകരിക്കേണ്ടി വരുമല്ലോ. മാത്രമല്ല, ഇപ്പോൾ EP ജയരാജൻ ഉൾപ്പെടെ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നു. EPക്കെതിരെ ഏതരത്തിലുള്ള പരാതിയാണ്, ഏതരത്തിലുള്ള ആരോപണമാണ് നേരത്തെ ഉന്നയിക്കപ്പെട്ടതും. ഇപ്പോൾ അത് പറയേണ്ട കാരണം എന്താണ്? EPയും പ്രകാശ് ജാവ്ദേക്കർ തമ്മിലുള്ള കൂടിക്കാഴ്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്നാണ് EP തന്നെ അത് പൊതുസമൂഹത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയത്. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് ഈ ഉയർന്നു വന്ന ആരോപണം അത് പാർട്ടി വേദിയിൽ ഉന്നയിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. 2025 അത് സംബന്ധിച്ചൊരു ആരോപണം. അതായത് EP തന്നെ സമ്മതിച്ചതാണ്. EP അങ്ങനെ ഒരു BJP നേതാവിനെ കണ്ടത് എന്തിന്, അത് പാർട്ടി അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണമെന്നതായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ 3 അംഗ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ